എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. 2 മക്കളും ഉണ്ട്, ഒരു ഉമ്മയുണ്ട് കേട്ടോ. അപ്പൊ ഇവര് കോഴിക്കോടല്ലേ? കോഴിക്കോട്ട് നിന്നാണ് ഇവര് വരുന്നത്. അപ്പൊ ഇവര് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വീടൊന്നുമില്ല, സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഈ കുട്ടികളെ നോക്കാന് എന്താ പറയാ, ഒരു സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാത്ത ആളാണ്, ഒരു വീടില്ല, 2 മക്കളുണ്ട്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞു സ്വർഗത്തേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എൻ്റെ അനിയത്തിയൊക്കെ വാങ്ങിയ സ്ഥലത്തിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമൊക്കെ വില കുറച്ച് കിട്ടുന്നുണ്ട്. വിലക്കുറവ് പറഞ്ഞൊരു പാകത്തെ വിലയിൽ, ഒരു മിതമായ വിലയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞിരുന്നു ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടാനുണ്ടോ, അവിടെ കുറച്ച് മണ്ണ് വാങ്ങിയിടാനാണ്. 2 പെൺകുട്ടികളല്ലേ, വാ മോളെ ഇവിടെ എന്നാ, 2 പെൺകുട്ടികളല്ലേ, അപ്പോൾ ഈ മക്കളെയും കൊണ്ട് നിൽക്കണ്ടേ, വാ. ഈ 2 കുഞ്ഞു മക്കളാണ്, അപ്പോൾ ഇവരെയും കൊണ്ട് നിൽക്കാനാണ്. അപ്പോൾ ഇപ്പോഴും തന്നെ സ്ഥലം വാങ്ങാനുള്ള പൈസ ഫുള്ള് വരെ കയ്യിലില്ല. അപ്പോൾ ഉള്ള കുറച്ച് പൈസ അത് അഡ്വാൻസ് കൊടുത്തിട്ടാൽ, കുറച്ച് ശകലെങ്ങാനും പൈസയുള്ളൂ. അപ്പോൾ ഒരു 3 സെൻറ്റിന് അഡ്വാൻസ് കൊടുത്തിട്ടാൽ പിന്നെ പണിയൊക്കെ എടുത്ത് എങ്ങനെയാണെന്നറിയില്ല, പിന്നെ എങ്ങനെയാണെങ്കിലും കുറച്ച് പൈസയും കൂടെ ആയാലും സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് വാങ്ങാലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മളവിടെ കുറച്ച് സ്ഥലം കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് സ്ഥലം കാണാൻ പോവാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു 2, 3, 5 സെൻറ്റ് സ്ഥലം ഇവർക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാവങ്ങൾക്ക് ഒരു ചെറിയൊരു കൂര വെക്കാനാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുക, അവരെ സഹായിക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ സ്ഥലം പോയോക്കാം അല്ലേ, സ്ഥലം പോയോക്കാം കേട്ടോ. എന്ന് വരി. അപ്പൊ ഞങ്ങള് എന്താ പറയാ, അനിയത്തിന്റെ വീടിന്റെ അവിടേക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാൻ കാണാൻ വേണ്ടി പോകട്ടെ. ഞാൻ കണ്ടതാണ്, അപ്പൊ ഇവർക്കും കൂടെ കണ്ടിട്ടൊന്ന് ഇഷ്ടാവട്ടെ, അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇതാ ഞങ്ങള് അനിയത്തിന്റെ വീടിന്റെ അവിടെ എത്തിട്ടോ. അപ്പൊ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് ഈ സ്ഥലങ്ങളൊക്കെയാണ് കൊടുക്കാൻ. അപ്പൊ അവർക്ക് പറ്റുന്ന സ്ഥലം ഇനിയിപ്പോ ആർക്കെങ്കിലും ഇവിടെ വേണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്ഥലമുണ്ട്. സുബി എവിടെ വാ പറഞ്ഞു കൊടുത്താ. മക്കളെ നമ്മളെ സ്ഥലം കാണാൻ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ അനിയത്തിയും കുട്ടികളൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാരും പോന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും ഇങ്ങോട്ട് കാട്ടൂല, ബാക്ക് അല്ലാതെ കാണിക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് സ്ഥലം, ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, കോഴിക്കോട്ട് നിന്ന് വന്ന ഈ ഒരു ഫാമിലിക്ക് ഇവിടെ ഈ സ്ഥലം പറ്റുമോയെന്നറിയില്ല. പറ്റായല്ല, ക്യാഷിൻ്റെ ഒരൊറ്റ കുറവാണ്. പൈസ ഉണ്ടെച്ചെങ്കിൽ ഇപ്പോൾ ഒരു പറയുന്നുണ്ട് ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മക്കളെ ഞങ്ങളിവിടെ നല്ല വെയിലാണ്, 3 മണി 3:30 ടൈം ആയിക്കണ്. അപ്പോൾ ഞങ്ങൾ നല്ല വെയിലാണ്, സ്ഥലം കാണാൻ വേണ്ടി വന്നാണ്. അവർ ബസ്സിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ വീടില്ല, അവർക്ക് വീടില്ല. അനിയത്തിൻ്റെ വീട്ടില്, പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടില്, ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. എന്താ നമ്മൾ ചെയ്യുക, നമ്മളെ കൊണ്ടൊന്ന് സഹായിക്കാം. ആരെങ്കിലും എത്രയാണെങ്കിലും എന്താ സഹായിക്കേണ്ടത്, ഞാൻ ഈ നമ്പർ ഇതിൽ കൊടുക്കുക. ഇനി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. പറ്റണവർ ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കാം. പറ്റണവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക. എന്തെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട്. പിന്നെ ഒരു ചാനൽ ഉണ്ടല്ലേ, ചാനലിന്റെ പേര് പറഞ്ഞ എന്ത്, അസ്വർനിസ 27 എന്നൊരു ചാനലും ഉണ്ട്. എന്തെങ്കിലും വരുമാനം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് തുടങ്ങിയ ചാനലാണ്, ഒരു കുഞ്ഞു ചാനലാണ്. അപ്പം എല്ലാവരും ചാനൽ ഒന്ന് പോയി എന്താ പറയാ, ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതേന്നു. അപ്പോൾ ഇതാണ് മക്കളെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ സ്ഥലം കണ്ടു, സ്ഥലം ഇഷ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷിൻ്റെ ഒരൊറ്റ കുറവാണ്. എന്താ ചെയ്യുക, കുറച്ച് പൈസ കിട്ടിയാൽ തീരുന്ന പ്രയാസങ്ങളേ ഉള്ളൂ പാവങ്ങൾക്ക്. കുട്ടികളെ പേരൊക്കെ എന്താ? ഇത് ആ തത്തമ്മ ചൂണ്ട്, തത്തമ്മ ഇതുണ്ടാവണ പൂതല്ലേ?
എനിക്കറിയില്ല. അതില് തത്തമ്മ ചുണ്ട് പറഞ്ഞിട്ട് ഒരു പൂവ് ഉണ്ടാവൂലേ, തേൻ കുടിക്കുന്ന ഒരു തേൻ കുടിക്കുന്ന പൂവ്. സ്ഥലം കിട്ടണമെന്ന ഒരു നല്ല അടിപൊളിയായിരുന്നു അല്ലേ. ഇത് 7 സെന്റ് ഈ സ്ഥലക്കെ, അപ്പുറത്ത് 8 സെന്റ്. പിന്നെ നമ്മളെ പറഞ്ഞ കിണറുള്ളത് 7 സെന്റ്. അപ്പൊ അതിനാണ് വില കൂടുതൽ. 70,000 പറയുന്നത്. അതാണ് ഓളെ ഹസ്ബൻഡേ, ഓളെ ബാംഗ്ലൂർക്കാണ് കെട്ടിച്ചതേ. ഇവിടെ കല്യാണം ഒന്നും ശരിയാത്തതുകൊണ്ട് അങ്ങനെ കെട്ടിച്ചാണ്. കുറച്ച് വൈകിട്ടാണ് കെട്ടിച്ചത്. ഇതാണ് ഓളെ വീട്. അനിയത്തിന്റെ തക്കാളിയൊക്കെ നല്ലോണം പഴുത്തിക്കണ കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം അല്ലേ കട്ട് ചെയ്യാന് പഴുത്തത്. അതൊക്കെ ഞാനാ പറിച്ചത്. തക്കാളിയൊക്കെ നല്ല പോലെ പഴുത്ത് വന്നിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായിക്കണം കേട്ടോ. അപ്പൊ അവിടെ വണ്ടി സൗകര്യം ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ, വാഹനങ്ങളൊക്കെ ഈ റോട്ടിൽ കൂടെ പോവും. തേൾപ്പാറയിന്ന് നേരിട്ട് ഇതിലെങ്ങോട്ട് വണ്ടി വരും. ഓട്ടോറിക്ഷയും കാറും ജീപ്പും അതുപോലെയുള്ള വണ്ടികളൊക്കെ ഇതിൽ പോകും കേട്ടോ. പിന്നെ ഇതിന്ന് സ്ഥലം വാങ്ങിയിട്ട് അവിടെ വലിയൊരു വീട്, 2 നില വീട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്ഥലം കൊടുക്കാനുണ്ട്. ഈ അനിയത്തിക്കൊക്കെ ഇവിടെ അൽഹംദുലില്ലാ വീട് വെക്കണം, അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു കുഞ്ഞു ഫാമിലിനെ, പാവപ്പെട്ട ഫാമിലിയെ നിങ്ങൾ സഹായിക്കണം. ഈ കുട്ടികളുടെ അപ്പാനം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അത്രയും മോശമായിട്ട് അവരെ ഉപേക്ഷിച്ചതാണ്. ആ കുട്ടികളെ വാപ്പാനെ ഈ കുട്ടികൾക്ക് പേടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രയാസമാണ് ഇവരുടെ കാര്യം. അപ്പോൾ എല്ലാവരും സഹായിക്കണം. ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കണം. എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ സഹായിക്കണം. അവരുടെ അടുത്ത് ഇപ്പോൾ ആകെ 20,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവർക്ക് എരിവും പുളിയുള്ള സാധനമാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചൊനച്ച മാങ്ങ എടുത്ത് ചെത്തി അതിൽ കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് മക്കൾക്ക്. അപ്പോൾ അവരിത് കഴിക്കുകയാണ്. അപ്പോൾ അവർക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ആരെങ്കിലും സഹായിക്കണ ആൾക്കാരുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ഫാമിലിക്ക് ഒരു താങ്ങാവുമെങ്കിൽ, ഒരു തണലാവുമെങ്കിൽ, ഒരു 10 ഉറുപ്പ്യെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും സഹായിക്കണം. അപ്പോൾ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ.